ഹായ് എവറി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ബിലവഡ് ബോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ലോൺലിനെസ്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇമാജിനേഷൻ, അതുപോലെ നമുക്ക് ലവിനോടുള്ള ഒരു ഹ്യൂമൻ നീഡ്, അതായത് സ്നേഹം എത്ര ആവശ്യമാണ് മനുഷ്യന് എന്നുള്ള ആ ഒരു ബോധ്യപ്പെടുത്തുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. നമുക്ക് പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മളെ സ്റ്റോറിയിലെ നരേറ്റർ താമസിക്കുന്നത് മോസ്കോയിലാണ്. അദ്ദേഹം ഒരു വിദ്യാർത്ഥിയാണ്. ഓക്കെ, ഒരു സ്റ്റുഡന്റ് ആണ്. അവരുടെ മുറിക്ക് സമീപമായിട്ട് തെരേസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളിഷ് സ്ത്രീ താമസിക്കുന്നുണ്ട്. ഓക്കെ, അവരെന്ന് പറഞ്ഞ അവരെ അപ്പിയറൻസ് പറയുന്നത് ഭയങ്കര ടോൾ ആണ്, സ്ട്രോങ്ലി ബിൽറ്റ് ആണ്, അതുപോലെ തന്നെ തിക്ക് ഐബ്രോസ് ആണ്, കട്ടിയുള്ള ഐബ്രോസ് ആണ്, അതുപോലെ തന്നെ വോയിസ് ഭയങ്കര ഹാഷ് ആയിട്ടുള്ള കടുപ്പമുള്ള ശബ്ദമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നരേറ്റർ ആക്ച്വലി ഇവരെ ഈ ഒരു അപ്പിയറൻസിലൊക്കെ കുറച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പേടി തോന്നിക്കുന്ന ഒരു രൂപമായിട്ടായിരുന്നു അദ്ദേഹം കണ്ടിട്ടുള്ളത്. തെരേസ ഒറ്റക്കാണ് ജീവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ചൊരു ഏകാന്തതയും അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചില സമയം അവള് വളരെ ലോൺലി ആയിട്ടും, ചില സമയത്ത് മദ്യപിച്ചിട്ടും, ചില സമയത്ത് ഭയങ്കര സാഡ് ആയിട്ടും ഒക്കെ കാണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മോർണിംഗില് പെട്ടെന്ന് തന്നെ അവള് നമ്മളെ നരേറ്ററിന്റെ റൂമിലേക്ക് കടന്നു വരികയാണ്. അവൾക്കൊരു ആവശ്യമുണ്ട്. അത് പറയാൻ കുറച്ച് ഒരു മടിയും ഹെസിറ്റേറ്റ് ആയിട്ടാണെങ്കിലും അവൾ പറയുന്നുണ്ട്. അവളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവൾക്കൊരു കത്ത് എഴുതണം, അവൾക്ക് വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതണം, അതായിരുന്നു അവളുടെ ആവശ്യം. അങ്ങനെ നരേറ്റർ ലെറ്റർ എഴുതാൻ ഓക്കെ പറയാണ്. അങ്ങനെ നരേറ്റർക്ക് എന്ത് ചെയ്യാണ്, അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്, ആർക്കാണ് എഴുതേണ്ടത്, എവിടേക്കാണെന്നുള്ളതെല്ലാം അഡ്രസ്സൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബോൾസിനാണ് എഴുതേണ്ടത് ലെറ്റർ. അങ്ങനെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഭയങ്കര എന്താ പറയാ, ലവിങ്ലി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈ ഡിയർ ബോൾസ്, മൈ ബിലവഡ്, മൈ ഫെയ്ത്ത്ഫുൾ ലവർ, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഇത് കണ്ടിട്ട് നരേറ്ററിന് ചിരി വരികയാണ്. നരേറ്റർ ചിരിച്ചു. അതുപോലെ തന്നെ അവര് സർപ്രൈസ്ഡ് ആവാണ്. കാരണം അവർ വിചാരിക്കുന്നില്ല തെരേസക്ക് ഇങ്ങനെ ഒരു ലവർ ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ തെരേസ പറയാണ്, അവന് ബോൾസ് ആണ്, അതുപോലെ തന്നെ എൻ്റെ യങ് മാൻ, എൻ്റെ സ്വന്തം എന്നുള്ള രീതിയിൽ പറയാണ്. അതുപോലെ തന്നെ അവള് റിവീൽ ചെയ്യാണ് അവര് 6 വർഷത്തോളമായിട്ട് പ്രണയത്തിലാണെന്ന്. അപ്പൊ നരേറ്റർ എന്താണ് ചിന്തിക്കുന്നില്ല, ഇങ്ങനെ ഈ ഒരാൾക്കൊരു ലവർ ഉണ്ടാവും എന്നുള്ളത് അദ്ദേഹം മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചിരി വന്നിട്ടുള്ളത്. അങ്ങനെ നരേറ്റർ എന്ത് ചെയ്യാണ്, ആ ഒരു ലെറ്റർ കംപ്ലീറ്റ് ആക്കി അതുപോലെ തന്നെ അത് അവൾക്ക് വായിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് തെരേസ വീണ്ടും വരുവാണ്. എന്ത് പറഞ്ഞിട്ട്, ഒരു ലെറ്റർ കൂടി എഴുതണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ ടൈമിൽ അവൾക്ക് എഴുതേണ്ടത്, ആ ഒരു ലെറ്റർ എന്ന് പറഞ്ഞാല് ബോൾസ് തെരേസക്ക് എഴുതുന്ന ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ് തെരേസ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അതായത് കഴിഞ്ഞ വീക്കിൽ എഴുതിയിട്ടുള്ളത് ബോൾസിന് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു. ഈ വീക്ക് വന്നത് ബോൾസ് റിട്ടേൺ ഒരു ലെറ്റർ എഴുതല്ലോ, ആ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ് തെരേസ വന്നിട്ടുള്ളത്. അപ്പോൾ നരേറ്റർ ആകെ കൺഫ്യൂസ്ഡ് ആവാണ്. അങ്ങനെ നരേറ്റർക്ക് മനസ്സിലാവാണ് അങ്ങനെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അവിടെ ഇല്ല, ഇവരുടെ ഇമാജിനേഷനിലുള്ള ഒരു മനുഷ്യനാണെന്ന് ബോൾസ് മനസ്സിലാക്കുകയാണ്. തെരേസ അങ്ങനെ ഫൈനലി കൺഫ്യൂസ് ചെയ്യാണ്, എന്ത്, അങ്ങനെ ബോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് അവിടെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ അവരെന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയതെന്നും പറയുന്നുണ്ട്. കാരണം അവള് വളരെ ഒറ്റയ്ക്കാണ്, ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ അവളെ സ്നേഹിക്കാനും അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ അവൾക്ക് കത്തെഴുതാനും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നും പറയാണ് ബോൾസിന്റെ അടുത്തല്ല, നരേറ്ററിന്റെ അടുത്ത്. തെരേസ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് ആരെങ്കിലും ഒക്കെ ബോൾസിന്റെ ലെറ്റർ അവൾക്ക് വായിച്ചു കൊടുക്കുന്ന സമയത്ത് അവൾക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഒരാൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നരേറ്റർക്ക് മനസ്സിലാവാണ് അവരുടെ ആ ഒരു ഡീപ്പായിട്ടുള്ള ലോൺലിനെസ്, ആ ഒരു ഏകാന്തത അവർ മനസ്സിലാക്കുകയാണ്. അപ്പം ആദ്യം ചിരിച്ചിരുന്നല്ലോ, ഇങ്ങനെ ഒരു ലവർ എന്ന് പറഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റി ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് എന്താണ് സ്വയം ഒരു നാണക്കേട് തോന്നുകയാണ്. അതിനുശേഷം അവരെന്താണ് റെഗുലർ ആയിട്ട് തെരേസ ബോൾസിന് എഴുതുന്ന കത്തും എഴുതി കൊടുക്കും, ബോൾസ് തെരേസക്ക് എഴുതുന്ന കത്തും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കൊടുക്കാറുണ്ട്. ഈ ഒരു ലെറ്ററിലൂടെ തെരേസ എന്ത് ചെയ്യാണ്, ഹാപ്പിനെസ് കണ്ടെത്തുകയാണ്. അതുപോലെ തന്നെ ഒരു ഇമോഷണൽ കംഫർട്ട്, ഒരു പീസ് കണ്ടെത്തുകയാണ്, ഒരു സമാധാനവും. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കാര്യം അവൾക്ക് ബോധ്യമാവാണ് ഈ ഒരു കത്തുകൾ വായിക്കുന്ന സമയത്ത്. ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല്,
ജീവിതത്തിൽ ഏറെ കഷ്ടപ്പെട്ടവർ എന്താണ് സ്നേഹത്തിനും അതുപോലെ തന്നെ കൈൻഡ്നെസ്സിനും ഒക്കെ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നരേറ്റർ ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ സമൂഹം ഇത്തരം ഏകാന്തത ഹൃദയങ്ങൾ, അതായത് ഏകാന്തത അനുഭവിക്കുന്ന ആൾക്കാരെ പലപ്പോഴും എന്താണ് മനസ്സിലാക്കാറില്ല എന്നും ഉള്ളതാണ്. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. ഈ ഒരു സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഒരാളെയും നമ്മൾ രൂപം കൊണ്ട് എന്താണ് ജഡ്ജ് ചെയ്യരുത് എന്നാണ്. ഏതൊരു ഹാഷ് ഫേസിന്റെ ബാക്കിലും അതുപോലെ തന്നെ എന്താണ് എത്ര ഹാഷ് ആയിട്ടുള്ള വോയിസ് ആയിരിക്കാം, ചിലപ്പോൾ ഫേസ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അതിന് പിറകിൽ എന്താണ് സ്നേഹത്തിന് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ ഹാർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ എന്താണ് ആരെയും കണ്ണടച്ച് ജഡ്ജ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി ക്ലാസ് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതും നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാം. അപ്പം അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്.